മിസ്റ്റർ ശ്രീനിവാസനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. ശ്രീനിവാസൻ തിരക്കഥാകൃത്തും നടനും മലയാള സിനിമയുടെ പുതിയ രോമാഞ്ചമായ ശ്രീനിവാസനോട് നിങ്ങൾക്ക് വേണ്ടി ഒരു ചോദ്യം. ശ്രീനിവാസൻ എന്തിനാണ് സിനിമയിൽ അഭിനയിക്കുന്നത്? എനിക്ക് അറിഞ്ഞൂടാ. കുറച്ചുകൂടെ ഒന്ന് വിശദമാക്കാം. എനിക്ക് അറിഞ്ഞൂടാന്ന്. അല്ല, നിങ്ങൾ കുറെ കാലമായിട്ട് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നു, പിന്നെ ഇപ്പോ തിരക്കഥ എഴുതുന്നു. ഇതൊക്കെ എന്താ കാര്യമൊന്നുമില്ല, ആവശ്യം എന്താണെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചു. ഇതൊന്ന് പറയണം. ഓരോ ജന്മത്തിന് ഓരോ ഉദ്ദേശങ്ങളുണ്ടല്ലോ. നിങ്ങളുടെ ഉദ്ദേശം ഈ ജന്മം കൊണ്ട് ആളുകളെ ശല്യപ്പെടുത്തുന്നതായിരിക്കും ചിലപ്പോ. ഒരു നടനും ഹലോ ഒരു നടന് സിനിമയില് ക്രിയേറ്റീവായിട്ട്, അതായത് കുറച്ച് സൃഷ്ടിപരമായിട്ട് ഒരു നടന്റെ കോൺട്രിബ്യൂഷൻ, ഒരു നടന്റെ സംഭാവന എന്താണ് എന്നറിഞ്ഞാൽ കൊള്ളാം. ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം മറ്റു അഭിനയ മാധ്യമങ്ങൾ പോലെയല്ല സിനിമ. സിനിമയിലെ സ്പോണ്ടേനിറ്റിയുടെ ആവശ്യമില്ല. അതിൻ്റെ ഒരു എന്താ പറയുക, സ്പോണ്ടേനിറ്റി, തുടർച്ചയുടെ ആവശ്യമില്ല. നാടകമാണെങ്കിൽ ഈ 2.5 മണിക്കൂർ നമ്മൾ രംഗത്ത് വന്നു കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കണം. നാടകത്തിൽ, സിനിമയിൽ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ സിനിമയിൽ നടന്റെ കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുമ്പോൾ ഞാനത് അതിൻ്റെ ഒരു ഇന്നർ ലെവലിലേക്ക് പോകുന്നില്ല. കോൺട്രിബ്യൂഷൻ, ഈ കോൺട്രിബ്യൂട്ടറി ആക്ടിങ് എന്ന് പറയുന്ന ഒരു സംഭവം തന്നെ ഉണ്ട്. ഓരോ നടനും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു രംഗത്ത് വരുന്ന 2 നടന്മാർ തമ്മിലുള്ള പരസ്പര ധാരണയുണ്ട്. കോൺട്രിബ്യൂട്ടറി, നിങ്ങളുടെ അഭിനയം കണ്ട് എനിക്ക് അഭിനയം വരിക, അത് എൻ്റെ അഭിനയം ആയാസരഹിതമാകുക എന്നൊരു സംഭവമുണ്ട്. കോൺട്രിബ്യൂട്ടറി ആക്ടിങ് അത് കൂടുതൽ യോജിക്കുക സ്റ്റേജിനെ സംബന്ധിച്ചിടത്തോളം ആയിരിക്കും. അല്ല, ഒരു ഫ്രെയിമിൽ നമ്മൾ രണ്ടുപേരും ഉണ്ടെങ്കിൽ, ഒരു സീനിൽ നമ്മൾ രണ്ടുപേരും അഭിനയിക്കുന്നു. അല്ല, ഞാൻ വേറെ കാര്യം ചോദിക്കാനാണ് ഉദ്ദേശിച്ചത്. അതായത് സിനിമ സംവിധായകന്റെ കലയാണെന്നും ഒക്കെയുള്ള ഒരു ചില പദങ്ങളുണ്ടല്ലോ. അങ്ങനെ വരുമ്പോ നടൻ അല്ലെങ്കിൽ താരം അല്ലെങ്കിൽ നടി എന്നൊക്കെ പറയുന്നത് സംവിധായകന്റെ കയ്യിലുള്ള വെറും ഒരു കളിപ്പാവ മാത്രമല്ലേ? എനിക്ക് തോന്നിയിട്ടില്ല. എനിക്കത് പരിപൂർണമായിട്ട് തോന്നിയിട്ടില്ല എന്ന് പറയുന്നുണ്ടല്ലോ. ഞാൻ ചോദിക്കുന്നതല്ലേ, ഇപ്പൊ ഒരു മരത്തെ കൊണ്ടോ അല്ലെങ്കിൽ ഒരു മണ്ണിനെ കൊണ്ടോ ഒന്ന് അഭിനയിപ്പിക്കാനൊക്കെ അല്ലോ. അല്ല, അത്യാവശ്യം കോമൺ സെൻസ് എങ്കിലും വേണം. അല്ല, എത്രയോ ആൾക്കാരെ ബസ് സ്റ്റോപ്പിൽ നിന്നൊക്കെ വിളിച്ചുകൊണ്ട് അഭിനയിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ അഭിനയിപ്പിച്ചിട്ടുള്ളവർ പിന്നെ അഭിനയിച്ചിട്ടില്ല. ബസ് സ്റ്റോപ്പിൽ നിന്ന് വിളിച്ചിട്ട് പോയവര് പിന്നീട് താരങ്ങളായിട്ടുണ്ട്. ഞാനിതാ നോക്കി. അല്ല, ഞാനൊക്കെ അതുപോലെ വന്നാണേ. നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാവില്ല.